ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അങ്ങനെ നമ്മളിന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇതായിരുന്നു നമ്മൾ നിന്ന റൂം, ഹോട്ടൽ. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ഇവിടെയും ഇതേപോലെ തന്നെ മൗണ്ടെയ്ൻസ് ആണുള്ളത്, ചുറ്റും മൗണ്ടെയ്ൻസ് ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ഹോട്ടലുള്ളത്. മുന്നിൽ കൂടി പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഹൈവേ. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു മരുഭൂമിയിലേക്കാണ്. അതായത് ഇവിടെ ഒരു സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, സാൻഡ് ഡ്യൂൺസ് നാഷണൽ പാർക്ക് ഉണ്ട്. അപ്പം ആ വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, ആ വഴി മീൻസ് അവിടെയാണ് നമ്മൾ ഇന്ന് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ആ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോനകത്ത് ഉണ്ടാവുക. പിന്നെ പോകുന്ന വഴിയിലെ കുറേ കാഴ്ചകളുണ്ടാവും. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊളറാഡോ കയറിയ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ ടെക്സ്ചർ മാറുന്നത് നിങ്ങൾക്ക് പഴയ ബാക്കിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. റോക്കിൻ്റെ, അതായത് വലിയ വലിയ മൗണ്ടെയ്ൻസിൻ്റെ കളറ് മാറി, ടെക്സ്ചർ മാറി. മറ്റേ ആദ്യം കണ്ടത് പച്ച കളറായിരുന്നെങ്കിൽ പിന്നെ വന്നത് ചുവന്ന കളറായി, പിന്നെ കറുത്ത കളറായി, പിന്നെ അങ്ങനെ മാറി വെള്ള കളറായി, അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പണ്ട് പഠിച്ചിരുന്ന നിറം മാറുന്ന കുന്നുകളിൽ നിന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, ഞാൻ കണ്ടത് പേഴ്സണലി ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലഡാക്ക് ട്രിപ്പ് പോയ സമയത്ത് ആ ഭാഗത്തായിരുന്നു പിന്നെ കണ്ടത്. എപ്പോഴും ഞാൻ എന്താ അറിയില്ല, എനിക്ക് എന്തൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതാണ് എൻ്റെ മൈൻഡിലേക്ക് വരിക. കാരണം ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഭയങ്കര ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അത്. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഈ പറഞ്ഞ പോലെ സാൻഡ് ഡ്യൂൺ സൈഡിലേക്കാണ്. സാൻഡ് ഡ്യൂൺസും നമ്മൾ മുന്നേ മീൻസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇനി അവിടേക്കൊക്കെ ഇറങ്ങാനൊക്കെ പോകുന്നത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത്, ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്, പക്ഷേ ഓക്കെ, കുഴപ്പമില്ല. വെയിൽ നോക്കണ്ട, പക്ഷേ തണുപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പതുക്കെ പോട്ടെ. ഇനി ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഓക്കെ, നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രീനറി നിറഞ്ഞിട്ടുള്ളൊരു റൂട്ടാണ്. നല്ല റിലാക്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൂരെയൊക്കെ ആയിട്ട് മൗണ്ടെയ്ൻസൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അടിവാരം ലെവൽ ഓഫ് സ്ഥലത്താണുള്ളത്. പതുക്കെ നമ്മൾ ചുരം കയറി തുടങ്ങും. എന്നിട്ട് ഈ ഒരു മല കയറി പിന്നെ ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന സാൻഡ് ഡ്യൂൺസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു 5-6 മണിക്കൂറിന് ശേഷം നമ്മളിതാകുമ്പോൾ ഗ്രേറ്റ് സാൻഡ് ഡ്യൂൺസ് നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്താനായിട്ടോ. എന്താ ഒന്നും കാണിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 100 മൈൽ, ഏകദേശം 100-120 മൈൽ സ്ട്രെയിറ്റ് റോഡായിരുന്നു. ഒന്നും കാണിക്കാനില്ലായിരുന്നു. 2 സൈഡും തരിശ് ഭൂമിയായിരുന്നുള്ളത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എന്തായി, സാൻഡ് ഡ്യൂൺസ് നാഷണൽ പാർക്കിൻ്റെ അടുത്തെത്തി. നമുക്ക് പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വേണ്ട പാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. എന്നിട്ട് ഉള്ളിലേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. Okay. The second left will take you down to the dunes, and that path will get you re-entry through the 24th. Okay. All right. Have a great day. Thank you. Bye. Bye. അങ്ങനെ നമ്മളിത് ഇവിടെ നാഷണൽ പാർക്കിലെത്തി, സാൻഡ് ഡ്യൂൺസ് നാഷണൽ പാർക്കിലെത്തി. ഇതാണ് അവരുടെ വിസിറ്റേഴ്സ് സെൻറ്റർ. അപ്പോൾ ഇതിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിക്കാൻ പറ്റും. പോയി നോക്കട്ടെ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടാൻ പോകുക അറിയില്ല. സോ കയറോ. താങ്ക് യു. ഇവിടെ വിസിറ്റർ സെൻറ്ററിലേക്ക് കയറുമ്പോൾ തന്നെ ഈ നാഷണൽ പാർക്കിൽ, ഈ സാൻഡ് ഡ്യൂൺസ് നാഷണൽ പാർക്കിൽ എന്തൊക്കെ തരം ജീവികൾ, ഏതൊക്കെ സ്പീഷീസുകളുണ്ട്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണും. കാരണം നമ്മൾ ചുമ്മാ കയറി പോകുന്നാലല്ലോ. അപ്പം നമുക്ക് പോകുന്ന ആൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകുന്ന കുറേ വിവിധ തരം ജീവികൾ, അങ്ങനത്തെ പല സംഭവങ്ങൾ, എന്തൊക്കെ തരം സാധനങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഒരു ഡെമോ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ കാലക്രമേണ ഇതിങ്ങനെ ഈ സാൻഡ് ഡ്യൂൺസ് എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് പോലെ ഇവിടെ ഒരു സ്ക്രീനിൽ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക്
നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ കയറി പോകുന്നതിന് പകരം നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ തന്നെ ഇവിടെയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ കാണാം കേട്ടോ സാൻഡ് ഡ്യൂൺസ്. ഓ കണ്ടോ എന്ത് ഭംഗിയാ നോക്ക്, എന്തൊരു ഫിനിഷിങ് അതിന്. വാവ്. ഞങ്ങളിതേ ഇനി സാൻഡ് ഡ്യൂൺസിലേക്ക് നടന്നു. ആ വിസിറ്റർ സെൻറ്ററിൽ നിന്ന് കുറച്ചും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി നിർത്തി നേരെ ചെരുപ്പ് എടുത്തിട്ടു, ഷൂസ് അയച്ച് മാറ്റി. കാരണം സാൻഡ് ഡ്യൂൺസിലേക്ക് പോകുമ്പോൾ കാലിലൊക്കെ സാൻഡ് ഡ്യൂൺസ് ആയിട്ട് പിന്നെ സാൻഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാവും. എന്നാൽ പോവാ. വാ. ആ അതായത് കൂടി ഇതാ ഇതിലൂടെയാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസിലേക്ക് പോവുക കേട്ടോ. ആദ്യമായിട്ടില്ല നമ്മൾ പോകുന്നത് സാൻഡ് ഡ്യൂൺസിലേക്ക്. കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് സാൻഡ് ഡ്യൂൺസിലേക്ക് പോകുന്നത്. ഇവിടെ നല്ല തണലുണ്ട്. ഇനി അങ്ങോട്ട് വെയിൽ കൊണ്ട് കരിയും. ആഹാ തൊട്ടടുത്ത് പോലെ ഉണ്ട്, പക്ഷേ കുറേ നടക്കാണ്ടത്. വേണ്ട ചെരുപ്പിടാണ്ട് നടന്നിട്ടുണ്ട്. എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിൽ ചില പല സാധനങ്ങളും ഉണ്ടാവും, കാലിൽ കുത്തി കയറും. ചെരുപ്പിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷേ എന്താ അറിയോ, ഇതാ ഇതിനുള്ളിൽ ഇതൊക്കെ കമ്പ് കണ്ടോ, കുറേ കുറ്റി കുറ്റി സാധനങ്ങളുണ്ടോ, കാല് കുത്തി കയറിയാൽ പിന്നെ മാത്രമല്ല മറ്റേ ഷെല്ല് പോലത്തെ സാധനം കണ്ടതാ, നിലത്ത് ഷെല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ, ആഹാ മരുഭൂമി. നമുക്ക് ആ ടോപ്പിൽ പോകണ്ടേ? ആ ടോപ്പിൽ പോകണേ എത്ര നടക്കണോ? വാ. പറഞ്ഞ വിചാരിച്ച് സാൻഡ് ഡ്യൂൺസ് ഇങ്ങനെ കണ്ടാൽ മതി, മുകളിൽ കയറണ്ടാന്ന് വിചാരിച്ച്. അടുത്താടാ, തൊട്ടടുത്താ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, മറ്റേ മരുഭൂമിയിലെ മറ്റേ പാമ്പൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്നായിരിക്കും അല്ലേ? മുകളിലല്ല, അതാ ആൾക്കാർ ഇതേ അങ്ങ് ദൂരെ അതിൻ്റെ ആ കൂനേൻ്റെ മുകളിൽ കൂടി നടന്നു പോകുന്നതാണ്ടോ. നമുക്ക് അങ്ങനെ പോവാം. ഗൾഫിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പുത്തരി ആയിരിക്കില്ല, കാരണം അവരധികം ദിവസങ്ങളും കാണുന്നതും പിന്നെ വീക്കെൻഡിലൊക്കെ ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് പോകുന്നതൊക്കെ മരുഭൂമിയിലേക്ക് ആയിരിക്കും. അപ്പോൾ അവർക്കിതൊരു പുത്തരിയല്ല. ഞാനും അതെ ക്യാപ്പ് എടുത്തതായിരുന്നു. സാരല്ല, പോയി നോക്കാം. വാ. ഇത് ഏകദേശം കണ്ടിട്ടുണ്ടല്ലോ, ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് 44 ഏക്കറോ? എൻ്റെ അമ്മി, ദൂരത്ത് നോക്കുമ്പോൾ എന്ത് ചെറുതാലേ. നോക്കി, ഇത് നല്ല ദൂരം ഉണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, അവിടുത്തെ ആൾക്കാരൊക്കെ പൊട്ട് പോലെയാണ് കാണുന്നത്. ഇന്ന് നമ്മൾ മരുഭൂമിയിൽ ട്രക്ക് ചെയ്യാൻ പോവാണ്. അതുണ്ട്, നടക്കാനാവില്ല. അയ്യോ, അവിടെ പോയി വരുമ്പോഴത്തേക്ക് അയ്യോ വെള്ളം എടുത്തില്ലടാ നമ്മൾ, പണി പാളി. സാരല്ല, അല്ലേശ് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറ് കാണില്ലോ. അപ്പോൾ അവിടെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് വേഗം വേഗം നടന്ന് വരാൻ പറ്റും. വേമ്പാ, കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ വില അറിയില്ല. പോലീസായിരുന്നോ? എവിടെ? പോലീസൊന്നുമല്ല. ഇവിടെ ഏതോ ഒരു റിവറും കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളവിടെ എത്താൻ. അവരുടെ വാ നടക്ക്. നടക്ക് വാ. ആ എന്ത് രസമാണ്. ഞങ്ങളിതാ ആ മണലിൻ്റെ ആ കൂനയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഏറ്റവും ടോപ്പിൽ മീൻസ് ഒരു കൂനയുടെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. 2 സൈഡിലേക്കും ചെരിവാ.
അങ്ങനെ ഞങ്ങൾ ആ സാൻഡ് ഡ്യൂൺസ് കയറി എക്സ്പീരിയൻസ് ചെയ്തു. അയ്യോ അടിപൊളി കേട്ടോ, നല്ല കിട്ടില്ല വ്യൂ. അതിൻ്റെ മുകളിൽ പോയിട്ട് താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വേവി സാധനം ഉണ്ടല്ലോ അത് കിട്ടുന്നത്. അതെ, എന്തായാലും ഈ ഒരു ട്രിപ്പോട് കൂടി ഒരുവിധം എല്ലാ ടെറൈനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. നന്നായി. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ ഇറങ്ങിയിട്ടില്ല എന്നുള്ളൂ. ലഡാക്ക് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ആ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ, സാൻഡ് ഡ്യൂൺസ് വഴി. ഇവിടെ ശരിക്കും ക്യാമ്പിംഗ് ഉണ്ട്. പക്ഷേ ക്യാമ്പിംഗ് എടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല ഇവിടെ ടോയ്ലറ്റ് ജസ്റ്റ് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം മാത്രം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ ഡിഗ് ചെയ്യുന്ന സാധനം എടുക്കുക, പോവുക, പരിപാടി കഴിക്കുക, തിരിച്ചു വരിക, അതാണ് സംഭവം. അതിനിപ്പോൾ തൽക്കാലം ആവത്തില്ല, കാരണം നാളെ ഞങ്ങൾക്ക് വർക്കുണ്ട്. പിന്നെ ഒരിക്കലാവാം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു 30 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. പറ്റുവാണെങ്കിൽ നമ്മൾ സൺസെറ്റിൻ്റെ വീഡിയോസും കൂടി എടുക്കും, മിക്കവാറും എടുക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.